തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് തിരക്കേറുന്നു. ഉത്സവം 8ാം ദിവസത്തിലേക്ക് കടന്നതോടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആനക്കൂട് എഴുന്നള്ളത്തിൽ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. സമാനമായ വലിയ ജനപങ്കാളിത്തമാണ് കാരിക്കോട് എഴുന്നള്ളത്തിലും പ്രതീക്ഷിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒട്ടനവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഭക്തജന തിരക്ക് ഏറുകയാണ്. 8ാം ദിവസം എത്തിയപ്പോഴും വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലെ വിവിധ ചടങ്ങുകൾക്ക് ഉണ്ടായിരുന്നത്. രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 10:30 മേളപ്രമാണി പാറേമേക്കാവ് അജീഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉച്ചപൂജയും ശ്രീവേലിയും 1:30 പ്രസാദകൂട്ടും നടന്നു. 2 മണി മുതൽ 4 മണി വരെ ചാക്യാർകൂത്തും ഉണ്ടായിരുന്നു. വൈകിട്ട് 4-നാണ് നട തുറന്നത്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദകൂട്ടും നടന്നു. കാരിക്കോട് ക്ഷേത്രത്തിൽ നിന്നും 7:30-നാണ് തിരിച്ചെഴുന്നള്ളിപ്പ്. കാഞ്ഞിരമറ്റം കവലയിൽ എതിരേൽപ്പ് നടക്കും. തുടർന്ന് BSNL കവലയിലും എതിരേൽപ്പുണ്ടാകും. ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച ശേഷം വിളക്കിനെഴുന്നള്ളിപ്പും നടക്കും. അരങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉച്ചയ്ക്ക് അക്ഷരശ്ലോകം ഉണ്ടായിരുന്നു. 3:30 മുതൽ 4 വരെ ഭരതനാട്യമാണ് നടന്നത്. വൈകിട്ട് 6:45 ഭരതനാട്യവും 7:10 മോഹിനിയാട്ടവും നടന്നു. 8 മണി മുതൽ 8:15 വരെ മൈഥിലി അർമേനോൻ കഥക് അവതരിപ്പിച്ചു. തീർത്ഥാപ്രകാശിന്റെ ഭരതനാട്യമാണ് 8:15 മുതൽ നടന്നത്. സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ഭക്തിഗാനമേള അവതരിപ്പിക്കും.